നമസ്കാരം, ഞാൻ പ്രജിത. ഇത് എൻ്റെ പുതിയ ചാനലാണ്. നല്ല സാഹിത്യകൃതികൾ നമ്മുടെ ഭാഷയെയും ചിന്തയെയും ഒരുപാട് സ്വാധീനിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എന്നെ വ്യക്തിപരമായ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് എം.ടിയുടെ മഞ്ഞ്. അവ്യക്തതയിലെ വ്യക്തതയും അപൂർണതയിലെ പൂർണ്ണതയുമുള്ള ഒരു ഭാവഗാനം. ഭൂതകാലത്തിൻ്റെ ശബ്ദങ്ങളും വർണ്ണങ്ങളും വർത്തമാനത്തിലേക്ക് തിരിച്ചു വരുന്ന കവിത. മനസ്സിൻ്റെ താഴ്വരയിൽ ഉരുകിയുറയുന്ന മഞ്ഞുകട്ടകളുടെ അനുഭവം. കാലത്തിൻ്റെ ചലനത്തിലും നിശ്ചലതയിലും കാത്തിരിക്കുന്ന മനുഷ്യരും പ്രകൃതിയും. മൗലിക ഭാവത്തെ സ്പർശിച്ചുണർത്തുക എന്ന മാസ്മര ശക്തിയുണ്ടല്ലോ സംഗീതത്തിന്. മഞ്ഞും അത് ചെയ്യുന്നു. മഞ്ഞ് കാത്തിരിപ്പിൻ്റെ കൂടി കഥയാണ്. കാത്തിരിപ്പ് എന്ന നിത്യതരുണമായ ആ കാൽപ്പനിക ഭാവമുണ്ടല്ലോ, അതാണ് മഞ്ഞിൻ്റെ പ്രാണചൈതന്യം. ഏത് ശൂന്യതയ്ക്ക് നടുക്കും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുക. പ്രതീക്ഷ സാക്ഷാത്കരിക്കാമെന്ന് വിശ്വാസമുണ്ടായിട്ടല്ല, എന്നാലും അസ്തിത്വത്തിൻ്റെ ഏകാധാരമെന്ന നിലയ്ക്ക് അതിൽ പിടിച്ച് തൂങ്ങിക്കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. ഈ പ്രവണതയുടെ പ്രതീകങ്ങളാണ് മഞ്ഞിലെ വിമലയും ബുദ്ധുവുമെല്ലാം. നാം എല്ലാം കാത്തിരിക്കുകയാണ് ബുദ്ധു. ഓരോ വർഷവും ഈ നഗരവും കാത്തിരിക്കുന്നു. അതിനിടയ്ക്ക് ദിവസങ്ങൾ പോകുന്നു. ചുക്കാൻ വീഴുമ്പോൾ തെറിക്കുന്ന നീർപ്പോളകൾ. കാത്തിരിക്കാൻ നിനക്കൊരു ഗോര സാഹിബിൻ്റെ ഛായയുണ്ട്. നീല ഞരമ്പുകൾ തുടിക്കുന്ന മുഖമായിരിക്കും മറ്റൊരാൾക്ക്. ഈ ഭാഗം അങ്ങനെ മഞ്ഞിൻ്റെ ഭാവസത്തയെ സംക്ഷേപിക്കുന്നു. ആ നഗരം തന്നെയും. കമ്പിക്കാലുകളിൽ ചായം പൂശി നടപ്പാതകളിൽ വെള്ളയും കരിമ്പടവും വിരിച്ച് ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. പ്രതീക്ഷയെ അനിവാര്യമായും ആവരണം ചെയ്യുന്ന വിഷാദം പോലെ ആ നഗരത്തെ മഞ്ഞു മൂടിക്കിടക്കുന്നു. അതെ, പ്രതീക്ഷയ്ക്ക് വിഷാദത്തിൻ്റെ പരിവേഷമുണ്ടെന്നത്രേ പ്രധാനം. വെറും പ്രതീക്ഷയ്ക്ക് വില കുറവാണ്. മഞ്ഞിലെ പ്രതീക്ഷ ആ വിധത്തിൽ അന്തസാര ശൂന്യമല്ല. അതൊരു തത്വശാസ്ത്രത്തിൻ്റെ തന്നെ തലമണയുന്നു. കാത്തിരുന്ന് സ്വപ്നം കാണുക, അതോടൊപ്പം തന്നെ കാത്തിരുന്നതൊന്നും കൈവരുന്നില്ലല്ലോ എന്നോർത്ത് നിശ്വസിക്കുകയും. ഇത് രണ്ടും ഈ നോവലിൻ്റെ ചക്രവാളത്തിൽ ചാരുതയോടെ ആശ്ലേഷിക്കുകയും അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു. ഏറ്റവും കാവ്യാത്മകമായ ഈ കാൽപ്പനിക ചക്രവാളമാണ് മഞ്ഞിനെ ഇത്രമേൽ മനോഹരമാക്കുന്നത്. ആരും വന്നില്ല എന്നറിഞ്ഞിട്ടും ബോട്ട് തുഴഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടക്കുന്ന വളഞ്ഞ വഴുത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഇതിലെ വിമല പിറുപിറുക്കുന്നുണ്ട്. വരാതിരിക്കില്ല. അങ്ങനെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഏത് ഭാവുകത്വവും അവിടെ തരളമാവാതിരിക്കില്ല. ഈ വക പൊന്നാരങ്ങൾക്ക് പുറമെ കനപ്പെട്ട ഒരു നോവൽ വായിച്ചാലത്തെ കരുത്തുറ്റ അനുഭവവും മഞ്ഞ് സമ്മാനിക്കുന്നുണ്ട്. അതിന് സമർത്ഥമാണ് സർദാർജി എന്ന കഥാപാത്രം. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് എന്ന് നിരീക്ഷിക്കുന്ന. മരിച്ചുപോയവരെ ഓർത്ത് ഉറക്കം കളയരുത്, ജീവിച്ചിരിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ ഭൂമിയിൽ എന്ന് വിമലയോട് നിർദ്ദേശിക്കുന്ന ആ മനുഷ്യൻ വല്ലാത്തൊരു മാതൃക തന്നെ. ഫലിതവും തത്വചിന്തയും ഒക്കെ പൊഴിയുമ്പോഴും ആ മനുഷ്യൻ്റെ ആഴങ്ങളിൽ എവിടെയോ തുറന്നു കാട്ടാനാവാത്ത പേടിപ്പിക്കുന്ന മൗനം അടഞ്ഞുകിടക്കുന്നതായി തോന്നുന്നു. പ്രായത്തിലേറെ പാകത സ്വയം ശാസിക്കുന്നവളാണ് വിമല. 31 വയസ്സായ ഒരു സ്ത്രീ ഒരു നാടോടിപ്പാട്ട് കേൾക്കുമ്പോൾ ദുർബലയാവരുത് എന്ന് അവൾ തന്നെ താക്കീത് ചെയ്യുന്നു. വിമലയുടെ മഞ്ഞിലേക്ക് വെയിലിൻ്റെ നാളം വീഴ്ത്താൻ സർദാർജി ഉത്സാഹിക്കുന്നു. വെറുതെ ഒരുദ്ദേശം വെച്ചിട്ടല്ല. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് വാങ്ങുക എന്ന ഊഷ്മളതയിൽ അയാൾ ആവശ്യത്തിലേറെ ത്രസിക്കുന്നു. ചുറ്റും മരണം വാ പിറന്നു നിൽക്കുമ്പോഴും ജീവിതത്തിൻ്റെ തുഞ്ചത്തെന്ന പോലെ ആ കൊടുമുടിയുടെ തലപ്പത്ത് വലിഞ്ഞു കയറി മരണത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന വിചിത്രമായ ആ അദൃശ്യതയുണ്ടല്ലോ, അത് നോവലിന് അഗാധതയുടെ കനം ചാർത്തുന്നു. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളുമെല്ലാം യുഗങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞു വീഴുന്നു, ഉരുകുന്നു. വീണ്ടും മഞ്ഞിൻ പടലങ്ങൾ തണുത്തുറഞ്ഞ് കട്ട പിടിക്കുന്നു. കടം ചോദിച്ച ഒരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട്, മറക്കരുതേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മഞ്ഞിലെ സർദാർജി ഒടുക്കം വിമലയോട് വിടവാങ്ങുന്നത്. ആരെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും സാഫല്യത്തിലണയാത്ത വാഗ്ദാനമോ സാക്ഷാത്കരിക്കാനാവാത്ത വ്യാമോഹമോ അങ്ങനെ വല്ലതുമൊന്ന്
മനസ്സിലിട്ട് തിരിപ്പിടിപ്പിക്കാനുണ്ടാവട്ടെ. അതാണ് സന്ദേശം. മഞ്ഞ് എന്ന നോവൽ അപ്രകാരം എന്നും മനസ്സിലിട്ട് തിരിപ്പിടിപ്പിക്കാൻ അമൂല്യമായ മധുരാനുഭൂതിയാണ് പകർന്നു തരുന്നത്.